എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ഡിസംബർ 10 മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ബാങ്ക് അറിയിപ്പ്, ക്രെഡിറ്റ് കാർഡുകൾക്ക് പകരം UPI വഴി വായ്പാ സേവനം ലഭ്യമാക്കുന്ന ക്രെഡിറ്റ് ലൈൻ സംവിധാനം ഇനി സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും വരും. നിലവിൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന സേവനം കാർഡ് ഇല്ലാതെ UPI ID-യിലൂടെ ലഭ്യമാക്കുന്നതാണ് ക്രെഡിറ്റ് ലൈൻ സംവിധാനം. വായ്പാ സേവനത്തിന്റെ പലിശ നിരക്ക്, വായ്പാ പരിധി, കാലാവധി അടക്കമുള്ളവ അതാത് ബാങ്കുകൾക്ക് നിശ്ചയിക്കാം. ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് ലൈൻ UPI-യുമായി ബന്ധിപ്പിക്കാൻ കഴിയും. നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടുമായോ റുപേ ക്രെഡിറ്റ് കാർഡുമായി ബന്ധിപ്പിച്ചോ ആണ് UPI ഇടപാടുകൾ. ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിക്കുന്നതിന് പകരം ഇനി UPI തന്നെ ഒരു വെർച്വൽ ക്രെഡിറ്റ് കാർഡായി പ്രവർത്തിക്കും. അതായത് ബാങ്ക് നൽകുന്ന വായ്പ UPI വഴി നമുക്ക് ലഭിക്കും. ഒട്ടേറെ കാർഡ് കൊണ്ടു നടക്കുന്നത് ഒഴിവാക്കാം എന്ന് മാത്രമല്ല, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലും വായ്പ ലഭിച്ച തുക എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും. കഴിഞ്ഞ ദിവസം RBIയുടെ മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, സൈബർ തട്ടിപ്പുകാർ ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് എടുക്കുന്ന രീതി തടയാനായി മ്യൂൾ ഹണ്ടർ AI എന്ന സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അതുപോലെ ഉത്തരവാദിത്തത്തോടെ നടപ്പിലാക്കുന്ന AI പഠിക്കാൻ വിദഗ്ധരുടെ സമിതിയെ നിയമിക്കാനും റിസർവ് ബാങ്ക് തീരുമാനിച്ചു. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് റിസർവ് ബാങ്കിന്റെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രവാസികളുടെ വിദേശ കറൻസി നിക്ഷേപ പലിശ നിരക്ക് ഉയർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. രൂപയുടെ മൂല്യം കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ മൂലധന പ്രവാഹം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. നടപടി സാമ്പത്തിക വർഷത്തെ 5ാമത്തെ ദ്വൈമാസ പണനയം പ്രഖ്യാപിക്കുമ്പോഴാണ് RBI ഗവർണർ ശക്തികാന്ത ദാസ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. NRI അക്കൗണ്ട് നിക്ഷേപകർക്ക് ഇത് വലിയ നേട്ടമാകും. അടുത്ത അറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഇനി 4 നോമിനിയെ വരെ ചേർക്കാനാകും. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. അതായത് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ 4 നോമിനികളെ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൈലറ്റായി അവതരിപ്പിച്ച ബില്ല് ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. ബില്ലിനുള്ള ചർച്ചയ്ക്ക് മറുപടിയായി നിക്ഷേപകർക്ക് തുടർച്ചയായി അല്ലെങ്കിൽ ഒരേ സമയം 4 നോമിനിയെ വരെ നിർദ്ദേശിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. അതേസമയം ലോക്കർ ഉടമക്ക് ഇതിന് കഴിയില്ല എന്നും തുടർച്ചയായ നോമിനേഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒന്നിലധികം നോമിനികളെ വെക്കുന്നതിലൂടെ അക്കൗണ്ട് ഉടമ മരിച്ചാൽ നോമിനിക്ക് FT നിയമ തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. സമ്പാദിക്കുന്ന ആളുടെ മരണശേഷം കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതിന് ഇത് വഴിയൊരുക്കും. കോവിഡിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ പലരും അപ്രതീക്ഷിതമായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് നോമിനേഷന്റെ കാര്യത്തിലുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന് കേന്ദ്രം തീരുമാനിച്ചത്. നിലവിൽ ഭേദഗതിയിലൂടെ FD അക്കൗണ്ട് ഉടമകൾക്ക് 4 നോമിനികളെ വരെ ചേർക്കാൻ സാധിക്കും. മുമ്പ് ഒരാളെ മാത്രമേ നോമിനിയാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഒരേ സമയം 4 നോമിനികളെ നിർദ്ദേശിക്കുകയാണ് എങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ട തുകയുടെ ശതമാനം ഉടമ നേരത്തെ തന്നെ പരാമർശിക്കണം. മക്കളോ ഭാര്യയോ അമ്മയോ നോമിനിയാണ് എങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണത്തെ തുടർന്നോ നിക്ഷേപകന് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലോ അവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഷെയറിന്റെ ശതമാനം സൂചിപ്പിക്കേണ്ടതുണ്ട്. തുടർന്നുള്ള നോമിനേഷനിലൂടെ നിശ്ചിത മുൻഗണനാക്രമത്തിൽ 4 നോമിനിയെ വരെ വെക്കാൻ ഒരു നിക്ഷേപകനെ അനുവദിക്കുന്നു. മരണം കാരണമോ നിക്ഷേപകന് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത ചില വ്യവസ്ഥയിലോ നോമിനിക്ക് മുഴുവൻ തുകയും ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി പറയുന്ന 2 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് മൻ കി ബാത് പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് കാക്കനാട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യം പറയുന്നത്, സൈബർ അറസ്റ്റ് ഭീഷണിയിലൂടെ വീട്ടമ്മയുടെ 4 കോടിയിലധികം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി. കാക്കനാട് NGO കോട്ടേഴ്സ് സ്വദേശിനിയായ വീട്ടമ്മയുടെ പക്കൽ നിന്നാണ് 4,11,90,094 രൂപ 7 തവണകളായി തട്ടിയെടുത്തത്. വീട്ടമ്മയുടെ പേരിൽ ഡൽഹി ICICI ബാങ്കിൽ ആരോ വ്യാജ അക്കൗണ്ട് തുടങ്ങിയെന്നും ആ അക്കൗണ്ട് ഉപയോഗിച്ച് നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തി സന്ദീപ് കുമാർ എന്നയാൾ ഡൽഹി പോലീസിൽ കേസ് നൽകി എന്നുമാണ് ഫോണിൽ അറിയിച്ചത്. മനുഷ്യക്കടത്ത്, ലഹരിക്കടത്ത് എന്നിവ നടത്തിയ തുക കൈമാറിയത് ഈ അക്കൗണ്ടിലൂടെയാണ് എന്നും ഈ അക്കൗണ്ടിലൂടെ ആണെന്നതിനാലാണ് കേസ് എന്നും തട്ടിപ്പുകാർ വീട്ടമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കൂടാതെ
ഇവരുടെ പേരിലുള്ള മറ്റ് അക്കൗണ്ടുകൾ പരിശോധിച്ച് വരികയാണ് എന്നും അതെല്ലാം നിയമവിരുദ്ധമാണോ എന്ന് പോലീസ് അന്വേഷണം നടത്തുകയാണ് എന്നും വിശ്വസിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വീട്ടമ്മയുടെ അക്കൗണ്ടുകളിലെ തുക മുഴുവൻ പോലീസിന് കൈമാറണമെന്നും കേസ് തീരുന്ന മുറക്ക് തിരിച്ചു നൽകുമെന്നും വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം അറസ്റ്റ് ഭീഷണിയും വന്നതോടെ വീട്ടമ്മ തന്റെ 3 അക്കൗണ്ടുകളിലെ തുക പല തവണകളിലായി ഓൺലൈനിലൂടെ അയച്ചു നൽകുകയായിരുന്നു. തുക കൈമാറിയ ശേഷം പിന്നീട് ഇക്കൂട്ടരെ വിളിച്ച് പ്രതികരണം ഒന്നും ഇല്ലാത്തതിനാലാണ് തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് തട്ടിപ്പായിരുന്നു എന്ന് വീട്ടമ്മ അറിയുന്നത്. പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം മുംബൈയിലും ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായ പണമിടപാട് കേസിൽ കുറ്റക്കാരിയാണ് എന്നും ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്നും പറഞ്ഞ് കബളിപ്പിച്ച് മുംബൈയിൽ വീട്ടമ്മയിൽ നിന്നും 14 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എതിരെ ഇത്തരത്തിലുള്ള വാട്സപ്പ് കോളുകളോ ഇനി ഏത് തരത്തിലുള്ള കോളുകളായാലും നിങ്ങളെ വെർച്വലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിലാണ്. നിങ്ങൾ മോചിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് ഒഴിവാക്കണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരണം, അല്ലെങ്കിൽ പണം നൽകണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ വീണ് പോകരുത്. നിങ്ങളുടെ അക്കൗണ്ട് കാലിയായി പോകും. നിങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ആരുമായും ഷെയർ ചെയ്യരുത്. എന്തെങ്കിലും ഇത്തരത്തിലുള്ള കോളുകൾ നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും നിങ്ങളുടെ പേരിൽ നടന്നിട്ടുണ്ട്, തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോളുകൾ വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ പോലീസിനെ സമീപിക്കുകയാണ് വേണ്ടത്. പ്രധാനമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നുള്ളതും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.